നമസ്കാരം, സംഗീതാണ്. നമ്മുടെ 4 ദിവസത്തെ കാശ്മീർ പാക്കേജിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ. സ്വാഗതം. ഫസ്റ്റ് ഡേ നമുക്ക് ശ്രീനഗർ കാണാൻ ഇറങ്ങാം. ഡാൽ ലേക്ക് കണ്ട് ലേക്കിലെ ഷിക്കാർ റൈഡ് എൻജോയ് ചെയ്ത് നേരെ ഹസ്രത് ബൽ പള്ളിയിലേക്ക്. അവിടെയാണ് നബിയുടെ മുടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായി പറയപ്പെടുന്നത്. അവിടെ നിന്ന് നേരെ മുഗൾ ഗാർഡൻസിലേക്ക്. ഷാലിമാർ ഗാർഡനും നിഷാദ് ഗാർഡനും മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസസ് ആണ്. നിങ്ങൾ മാർച്ച് ലാസ്റ്റിലോ അല്ലെങ്കിൽ ഏപ്രിൽ പകുതിക്കിടയിലോ ആണ് വരുന്നതെങ്കിൽ തുലിപ് ഗാർഡൻ കൂടി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അവിടുന്ന് നേരെ മലമുകളിലെ ശങ്കരാചാര്യർ ടെമ്പിളിലേക്ക്. ആദിശങ്കരൻ തപസ് ചെയ്ത സ്പോട്ടാണിത്. അവിടുന്ന് നേരെ പരിമഹൽ, പിന്നെ ചസ്മ ഷാഹി ഗാർഡൻ. ഇത്രയും സ്പോട്ടാണ് ഒരു ദിവസം കൊണ്ട് ശ്രീനഗർ കവർ ചെയ്യാൻ പറ്റുന്നത്. ഈവനിങ് നേരെ റൂമിലേക്ക്. നമ്മുടെ 4 ദിവസത്തെ പാക്കേജിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ടിക്കറ്റ് മുതൽ ഇവിടെ എത്തിയാലുള്ള 4 ദിവസത്തെ ഫുഡ്, അക്കോമഡേഷൻ ആൻഡ് ഇവിടുന്ന് യാത്ര ചെയ്യാനുള്ള വണ്ടി, ഇത്രയും സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. ഡേ 2 നേരെ സോനാമാർഗിലേക്ക്. അവിടെ ഇപ്പം മൊത്തം മഞ്ഞ് വീണ് കിടക്കുകയാണ്. അവിടെ എത്തിയാൽ പ്രധാന അട്രാക്ഷനും ഗ്ലേസിയേഴ്സ് തന്നെ, തജുവാസ് ഗ്ലേസിയേഴ്സ് പോലുള്ളത്. അവിടുത്തെ സ്പോട്ടുകൾ കാണാൻ സ്നോ ബൈക്ക് അല്ലെങ്കിൽ ഹോഴ്സ് സഫാരി ചെയ്യണം. അതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി ബുക്ക് ചെയ്ത് തരും. സൽമാൻ ഖാൻ സിനിമ ബജ്രംഗി ഭായ്ജാൻ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കൂടി കണ്ട് ഐസിൽ തലകുത്തി മറിഞ്ഞ് ഈവനിങ് തിരിച്ച് ഐസ് മലയിറങ്ങി താഴേക്ക്. അവിടുത്തെ പ്രധാനപ്പെട്ട സ്പോട്ടുകൾ കവർ ചെയ്തതിന് ശേഷം നേരെ ശ്രീനഗർ റൂമിലേക്ക്. ഇതാണ് ഡേ 2 ആക്ടിവിറ്റീസ്. ഡേ നമ്പർ 3 നേരെ ഗുൽമാർഗിലേക്ക്. ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സ്ഥലമാണ് ഗുൽമാർഗ്. അവിടെ എത്തിയാൽ പിന്നെ മൈൻഡൊക്കെ ഫുൾ മാറും, ഹാപ്പി ആവും. ഗൊണ്ടോള കേബിൾ കാർ റൈഡ്, സ്നോ ബോർഡ് പോലുള്ള ആക്ടിവിറ്റീസ്, ഇതിൻ്റെ ഒക്കെ ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വെക്കും. മറ്റൊരു കാര്യം, ഈ ഒരു സീസണിൽ നമ്മുടെ വണ്ടി മഹാരാജാസ് പാലസ്, ഗോൾഫ് കോഴ്സ് പോലുള്ള കുറച്ച് പോയിന്റ്സിലേക്ക് പെർമിറ്റ് കിട്ടില്ല. അതിനവിടെ യൂണിയൻ ടാക്സി കിട്ടും. അപ്പൊ അത്തരത്തിലുള്ള യൂണിയൻ ടാക്സി കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വെക്കും. ഈവനിങ് വരെ നമ്മൾ ഗുൽമാർഗിൽ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് യൂണിയൻ ടാക്സിയിൽ തന്നെ നേരെ ടാങ് മാർഗിലേക്ക് പോകുന്നു. ടാങ് മാർഗിൽ നിന്ന് നേരെ ഡ്രങ്ക് വാട്ടർഫോളിലേക്ക്. അവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്ത് നേരെ നമ്മുടെ ടാക്സിയിൽ കയറി ശ്രീനഗർ നമ്മുടെ റൂമിലേക്ക്. ഇതാണ് നമ്മുടെ 3-ാമത്തെ ദിവസത്തെ ട്രിപ്പിന്റെ പ്ലാൻ. ഡേ നമ്പർ 4 നമ്മുടെ 4 ദിവസത്തെ യാത്രയിലെ അവസാനത്തെ ദിവസം. ഇന്ന് കുറച്ച് സങ്കടമുള്ള ദിവസമാണ്. കാരണം നമ്മൾ ഇന്ന് യാത്ര അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ദിവസമാണ്. ഈ സങ്കടത്തിനിടയിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പോകുന്നത് ഭൂമിയിലെ സ്വർഗത്തിലേക്കാണ്. പെഹൽഗാം, മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം. അവിടുത്തെ പ്രത്യേകത വാലീസാണ്. ABC വാലീസ്, ആരു വാലി, ബീത്ത വാലി, ചന്ദൻ വാലി പോലുള്ള മനോഹരമായ വാലീസ്. അതിനിടയിലൂടെ ഒക്കെ നമ്മൾ പോകുന്നത് കുതിരപ്പുറത്താണ്. അവിടെ നമുക്കൊരു കുതിര സഫാരിയിലാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കും. അങ്ങനെ നമ്മൾ വാലീസൊക്കെ കണ്ട് പെഹൽഗാമിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഈവനിങ്ങിൽ നമ്മൾ തിരിച്ച് ശ്രീനഗറിലേക്ക്. ശ്രീനഗറിലെ ഫേമസ് മാർക്കറ്റായിട്ടുള്ള ലാൽ ചൗക്കിൽ അന്നത്തെ ദിവസം നമ്മളൊരു പർച്ചേസിങ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരും. ശേഷം നമ്മൾ നേരെ റൂമിലേക്ക്. അന്നത്തെ ദിവസം തന്നെയാണ് നിങ്ങൾ നാട്ടിലേക്കുള്ള ട്രെയിന് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ നമ്മൾ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യുന്നതാണ്. അല്ല 5-ാമത്തെ ദിവസമാണ് നിങ്ങളുടെ ട്രെയിൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് എങ്കിൽ ഒരു ദിവസം കൂടി ശ്രീനഗർ സ്റ്റേ ചെയ്ത് നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് പിറ്റത്തെ ദിവസം ഞങ്ങൾ നിങ്ങളെ എയർപോർട്ടിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ ഡ്രോപ്പ് ചെയ്യുന്നതാണ്. നമസ്കാരം, സംഗീതാണ്. നിങ്ങൾ കാശ്മീരിലേക്ക് യാത്രകൾ ആഗ്രഹിക്കുന്നുണ്ടോ? വന്നോളൂ, ഞങ്ങൾ ഇവിടെയുണ്ട്.